എന്താടി എന്നെ കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലടി? നിങ്ങൾ എന്റെ അച്ഛനല്ലെന്നും എന്റെ അച്ഛനെ കൊന്ന രാക്ഷസനാണ് നിങ്ങളെന്നും അറിഞ്ഞപ്പോ പേടി പോയി. ഈ പ്രായം മുതൽ അവളെ വളർത്തിയ ഞാൻ അവളുടെ അച്ഛനല്ലെന്ന് അവൾ എങ്ങനെയാടോ അറിഞ്ഞത്? ശരിക്കും മേജറായ ദിവസം തന്നെ ബെല്ലാരിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഐഡിയ ഇവൾക്ക് എങ്ങനെ കിട്ടിവെക്കില്ലേ? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ജെയിംസ് ഫോറസ്റ്റിൽ എന്തെടുക്കുകയായിരുന്ന? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് അവിടേക്ക് പോയത്? അതേടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മകൻ അമ്മുവിനെ രക്ഷിക്കാൻ ഫോറസ്റ്റ് പോയത്. യുദ്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് വരെ പോരാടുന്നവനാണ് യഥാർത്ഥ സൈനികൻ എന്ന് പറഞ്ഞ് അവന് ധൈര്യം കൊടുത്തു വിട്ടത് ഞാനാടാ. ശരിക്കും ഈ കഥയ്ക്ക് എല്ലാ ചരടും വലിച്ചത് ഞാൻ തന്നെയാ. എന്താണ് എങ്ങനെ നോക്കുന്നത്? നിന്നെ പോലുള്ള ദുഷ്ടന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നീ ആലോചിച്ച് നോക്ക്, അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന്. എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ 13 വർഷം ക്ഷമയോടെ കാത്തിരിക്കും. അവൾ മേജറായ ശേഷം സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ലടാ. അമ്മു നിങ്ങളുടെ നിഴലിൽ അതുവരെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് പക്വത വന്നപ്പോൾ ഞാൻ അവളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി. അവളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു ആൺതുണ വേണമായിരുന്നു. അതുകൊണ്ടാ കത്തി കണ്ടാൽ ഭയക്കാത്ത, തോക്ക് കണ്ടാൽ വിറയ്ക്കാത്ത, ബോംബിന് മുന്നിൽ പതറാത്ത, എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരുത്തനെ അവൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. എന്റെ കൂടെ നിന്നിട്ട് എന്റെ ചോറ് കൊണ്ടിട്ട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയിടായത്? നിന്നെ കണ്ടു തന്നെയാടാ ഞാനിത് പഠിച്ചത്. കൊല്ലടാ, 1000 പടികളിൽ ദീപം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദീപം അണഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് തെളിയിച്ചവനാടാ എന്റെ മകൻ. ഇനി എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ വിധി എന്താവും ആലോചിച്ച് നോക്ക്. എന്താടാ ആലോചിക്കുന്നത്? ആ തെണ്ടി ചെറുക്കൻ ഞങ്ങളെയൊക്കെ അങ്ങ് ചീവി കളയുന്നു. തെണ്ടി ചെറുക്കനൊന്നും അല്ലടാ അവൻ. രാജമംഗലം ഓർമ്മയുണ്ടോ? 3ാമത്തെ വാർഡ്, 4ാമത്തെ സ്ട്രീറ്റ്, പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള സൂര്യനാരായണന്റെ മകൻ തന്നെയാടാ അവൻ. സൂര്യനാരായണന്റെ മകൻ? എന്താടാ അവൻ സൂര്യനാരായണന്റെ മകനോ? എന്താ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയോ? ദൈവം എത്ര വലിയവനാണെന്ന് കണ്ടില്ലേ? പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആ സൂര്യനാരായണന്റെ മകൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോഴവൻ ഇവിടേക്ക് വരുന്നുണ്ടാവും. അല്ല, എന്റെ ഭർത്താവ് വരുന്നുണ്ടാവും. നിരപരാധികളായ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നൊടുക്കിയല്ലോ. ഞങ്ങളെ 2 പേരെ അനാഥരാക്കി. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി ഓരോന്നിനും നിങ്ങൾക്ക് അവനോട് മറുപടി പറയേണ്ടി വരുവാടാ. മരിച്ച മോനാ? സംസാരിക്കടാ, സംസാരിക്കേ. ഇവളെ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സുമായിട്ട് അവൻ രാജമംഗലത്ത് വരാൻ പറ. എവിടെ നിന്നാണോ അവൻ രക്ഷപ്പെട്ടു പോയത് അവിടെ തന്നെ അവനെ തീർത്തേക്കാം. ഇല്ലെങ്കിൽ ഇവൾ ഇവിടെ ഇപ്പൊ അവസാനിക്കും. സംസാരിക്കടാ, സംസാരിക്കാൻ. ഹലോ രാജു, ഞാൻ അമ്മൂനെയും കൊണ്ട് രാജമംഗലത്തേക്ക് വരാം. നീ പേപ്പേഴ്സുമായിട്ട് അവിടേക്ക് വാ. അമ്മു ചാവൂന്നുള്ള ഭയം കൊണ്ട് പറഞ്ഞതല്ലടാ. നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ കൈ കൊണ്ട് ചാവൂന്നുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാ.
അതേ നടത്തം, അതേ പൊക്കം. ഹ, നിന്റെ അച്ഛനെ കാണുന്നത് പോലെ തന്നെയുണ്ട്. അതേ നാട്, അതേ ജനങ്ങൾ. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ചരിത്രമാകും. പീക്കിരി ചെറുക്ക, ചരിത്രം എഴുതാനുള്ള പ്രായം ആയില്ലടാ നിനക്ക്. എടോ കിഴവാ, ചരിത്രം എഴുതാൻ പ്രായം ഒരു പ്രശ്നമല്ല. ജനങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അവരെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. എന്ത് കണ്ടിട്ടാടാ നീ ഇങ്ങനെ തിളയ്ക്കുന്നത്? ആ, എന്ത് കേട്ടാലും തുടല് പൊട്ടിക്കുന്ന ടൈപ്പ് അല്ല ഞാൻ. ഞാൻ പറഞ്ഞ വാക്ക് പ്രകാരം ഇതാ നിങ്ങൾ ചോദിച്ച ഡോക്യുമെന്റ്. അമ്മു എവിടെ? അമ്മു എവിടെയുണ്ടെന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ആരും വാ തുറക്കില്ല. ദേ അങ്ങോട്ട് നോക്ക്. പാവങ്ങൾ 13 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് മരിച്ചുപോയെന്ന് പറഞ്ഞ നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് ഓടി വന്നതാ ഇവർ. ഞങ്ങൾക്ക് വേണ്ടത് സ്വത്താണ്, അവർക്ക് നിന്നെയും വേണം. നിനക്കോ നിന്റെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വേണം. അത് പോട്ടെ, ബെറ്റിൽ വലിയ കിങ് അല്ലേ നീ? ജയമല്ലാതെ തോൽവി അറിഞ്ഞിട്ടില്ലാത്തവൻ. അതുകൊണ്ടെടാ പയ്യ, നമുക്കൊരു ബെറ്റ് അങ്ങ് വയ്ക്കാം. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ അമ്മു നിനക്ക്, ആ സ്വത്ത് നിനക്ക്. വളർത്തിയ അച്ഛന്റെ ജീവന് വേണ്ടി എന്റെ ജീവൻ പണയം വെച്ചവനാ ഞാൻ. അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ജീവൻ എടുക്കാനും മടിക്കില്ല ഞാൻ. ജീവൻ എടുക്കുകയല്ല, ജീവൻ കൊടുക്കണം. 10 മിനിറ്റിനുള്ളിൽ പോകുന്ന ജീവനെ രക്ഷിക്കാൻ പറ്റുമോ? 10 മിനിറ്റിനുള്ളിൽ ചാകാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയാം. ആവേശമൊന്നും വേണ്ട. ഏത് നാടിനു വേണ്ടിയാണോ നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം ജീവൻ വെടിഞ്ഞത്, അതേ നാട്ടിൽ തന്നെ നിന്റെ അമ്മ ഉണ്ടടാ. ഈ രാജമംഗലം ദേശത്ത് 1000 പടിവാതിലുകളുണ്ട്. നിന്റെ അമ്മു എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് ചത്തുപോയ നിന്റെ തന്തയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കടാ. ചെല്ലടാ. നീ നിന്റെ അച്ഛനെ മനസ്സിൽ നല്ലോണം ധ്യാനിക്കേ.
നാടിന്റെ കാണപ്പെട്ട ദൈവങ്ങളായ ഞങ്ങളുടെ തമ്പുരാക്കന്മാരെ ചതിച്ചു കൊന്ന ഒറ്റ എണ്ണത്തിന് ബാക്കി വെച്ചേക്കരുത്. കൊല്ലണ പോലെ